ഞാൻ മോൾക്ക് പട്ടുപാവാട തയ്ക്കാൻ ഈ എൻ്റെ സാരിയിൽ നിന്നാണ് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു പാവാട ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന് ഒരു 2.25 മീറ്റർ ഉണ്ടാവും കേട്ടോ അതിൽ. 3 മീറ്ററിനോട് അടുത്തുണ്ടാവും. അപ്പോൾ ആ ഒരു തുണിയിൽ നിന്ന് നമുക്ക് തയ്ക്കാമെന്ന് വിചാരിച്ചു, ഒരു പട്ടുപാവാട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് തയ്ക്കാൻ പറ്റും. തയ്യൽ അറിയേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും, കുറച്ച് ലോജിക്ക് അറിഞ്ഞാൽ മതി. അതിനുവേണ്ടി നമ്മൾ ഒരളവ് പാവാട എടുക്കുക കേട്ടോ, നമ്മുടെ മക്കളുടെ അളവ് പാവാട എടുക്കുക. ഇപ്പോൾ ഇതെൻ്റെ മോൾക്ക് 18 വയസ്സായ മോളാണ്, അപ്പോൾ അവൾക്കാണിത് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ ഒരു പാവാട നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ മടക്കി വയ്ക്കുക. രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അളവ് വെച്ചിട്ടാണ് ഞാൻ എടുക്കണത്. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമുക്ക് നമ്മുടെ അളവ് പോലെ. 14ആണ് എനിക്ക് കിട്ടിയത് ഒരു ഭാഗത്തിൻ്റെ. അപ്പോൾ 2 ഭാഗം ഉണ്ടല്ലോ ചുറ്റും നമ്മൾ റൗണ്ട് എടുക്കില്ലേ, അപ്പോൾ റൗണ്ട് എടുക്കുക. നമ്മുടെ പാവാട എവിടെയാണോ കെട്ടണത് അതിൻ്റെ ആ റൗണ്ട് എടുക്കുക. അപ്പോൾ ഇതിൽ എനിക്ക് വരുന്നത് 14 14 28. അപ്പോൾ 28ൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി അളവ് കൂടണം. അപ്പോൾ അത് അതായത് സൈഡിൽ കുറച്ച് നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനിത് ഹുക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മടക്കി തയ്ച്ച് നമ്മൾ ചുറ്റും ഇങ്ങനെ വരുമ്പോൾ ഒരു 1.5 ഇഞ്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 28ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എനിക്ക് 29 അല്ലേ കിട്ടുക. അപ്പോൾ 29 എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി റൗണ്ട് ചെയ്ത് ഞാൻ 30ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ആ റൗണ്ടിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചെങ്കിലും കൂടുതലൊക്കെ എടുക്കാം, അതിന് കുഴപ്പമില്ല. നമുക്കും എല്ലാവർക്കും എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തയ്ച്ച് നോക്കുക. അപ്പോൾ നമുക്കത് മനസ്സിലാവും കണ്ടോ. അപ്പോൾ ഞാൻ ഈ 30 എടുത്തു. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമ്മളിതുപോലെ ഇങ്ങനെ വേസ്റ്റ് പോലത്തെ തുണികളിലൊക്കെ തയ്ച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അളവെടുത്ത് നോക്കുക. അപ്പോൾ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാനും അങ്ങനെയൊക്കെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് കണ്ടോ, ഫുൾ ലെങ്ത്ത് ഞാൻ പട്ടി പീസും തൊട്ട് അറ്റം വരെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പട്ടി പീസില്ലേ, അപ്പോൾ അതിൻ്റെ അറ്റ ഭാഗം വരെ പട്ടി പീസ് വിട്ടിട്ടില്ല. അപ്പോൾ മൊത്തം എനിക്ക് എൻ്റെ അളവ് ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് 39 കേട്ടോ. എനിക്ക് 39 കിട്ടിയത്. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് കുറയ്ക്കണം. നമുക്ക് ആ പട്ടി പീസിൻ്റെ ഭാഗം നമ്മൾ വേറെ വയ്ക്കണതല്ലേ, ആ ഒരു പീസ് നമുക്ക് ബാൻഡ്, അതായത് പട്ടി പീസ് വെച്ചാൽ ബാൻഡ്, ആ ബാൻഡ് നമ്മൾ വേറെയാണല്ലോ വെക്കണത്. അപ്പോൾ നമ്മളത് വേറെ ആക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അളവെടുക്കുക. അപ്പോൾ അത് ഞാൻ ആ ഒരു പീസിന് ഞാൻ വെച്ചിരിക്കണത്, ആ പട്ടി പീസിന് ഞാൻ വെച്ചിരിക്കണത് ഒരു 2 എടുക്കാം. ഞാനൊരു 1.25 വേണ്ടു. ഇപ്പോൾ തയ്ച്ചൊക്കെ പോയി വരുമ്പോൾ 1.25 വരും കേട്ടോ. പക്ഷെ അപ്പോൾ നമുക്ക് 2 എടുക്കാം. അപ്പോൾ ഇതിന് 2 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം. ഈ 39ൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ കുറയ്ക്കണം കേട്ടോ. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് വരണത് 37 ഇഞ്ചാണ് കിട്ടുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ഇഞ്ച് കൂടി നമ്മൾ കൂടുതലെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പട്ടി പീസ് വെച്ചില്ലേ, അതിൻ്റെ അടിയിൽ കുറച്ച് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് തയ്ച്ച് പോവില്ലേ, നമ്മുടെ പാവാടയുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം, അപ്പോൾ ഒരു 1/2 ഇഞ്ച് അവിടെ പോവും. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 37.5 ഇഞ്ച് എടുത്ത് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെട്ടാൻ പോകുന്നത്. അപ്പോൾ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി, നമ്മുടെ ഇതുപോലെ നമുക്ക് മടക്കി വെച്ചു. ഇപ്പോൾ വെട്ടാൻ എളുപ്പത്തിനാണ് ഞാനിത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫുൾ ലെങ്ത്ത് വരുന്നത് 37.5 അപ്പോൾ 37 നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുത്ത് നമ്മളത് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇതുപോലെ അളന്നെടുക്കുക കേട്ടോ. കുറച്ച് ഇതുണ്ട്, നമ്മൾ ഇതിൽ ലെങ്ത്തുള്ള കാരണം നോക്കി വെട്ടുക. 37.5 അപ്പോൾ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുക്കുക. അപ്പോൾ അതുപോലെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അത് വരച്ച് ഇനി അത് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ചെയ്യേണ്ടത് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഈ ഒരു ഇത് മാത്രമേ നമുക്ക് പാവാടയിൽ ചെയ്യാനുള്ളൂ. കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക. അടുത്തായിട്ട് നമ്മൾ ആ പട്ടി പീസിൻ്റെ ഒരു ഇത് വേണ്ടേ, നമുക്കൊരു തുണി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാക്കി വന്ന ആ തുണിയിൽ നിന്ന് ഇതുപോലെ നീർത്തി മടക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മൊത്തം റൗണ്ട് അളവ് എനിക്ക് 30ആണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളതുപോലെ 30 എടുക്കുക. റൗണ്ട് 30ആണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു പീസിനുള്ളത് 30 എടുക്കുക. 30 ഇഞ്ച് നീളത്തിലും, അതുപോലെ ഞാൻ പറഞ്ഞു 2 ഇഞ്ചിലാണ് വീതി വരിക എന്ന് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 4 ഇഞ്ച് എടുക്കണം. അങ്ങനെ അപ്പം മടങ്ങി വരുമ്പോൾ 4 ഇഞ്ച് വേണ്ടേ, അതിൻ്റെ ഈക്വലായിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിലാണ് നമ്മൾ ആ പട്ടി പീസ് വെട്ടി അത് മടക്കി വരുമ്പോൾ 4 ഇഞ്ചോ. അപ്പോൾ 4 ഇഞ്ചിലാണ് എടുക്കുക. അപ്പോൾ നമ്മളതുപോലെ വരയ്ക്കുക. ഇതുപോലെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒരു പീസ്, അങ്ങനത്തെ ഒരു പീസ്, അതായത് 30 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും ഇതുപോലെ വരച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക. ഉണ്ടോ, ഇതുപോലെ വരച്ചെടുക്കുക.
അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് നമുക്ക് കിട്ടും അതിൽ നിന്ന്. ഇപ്പോൾ ഞാനിത് കുറച്ച് ഭാഗം വെട്ടിക്കളയാണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. 30 ഇഞ്ച് കറക്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കുറച്ചുകൂടെ വെട്ടാണ്ട് ഞാൻ മാറ്റി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ശരിയാക്കി. അപ്പോൾ 4 ഇഞ്ചിൽ ഇതുപോലൊരു പീസ് നമുക്ക് കിട്ടി. ഇത് ഇത്തിരി കട്ടിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ കട്ടി കുറവല്ല. അപ്പോൾ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ. 2 പീസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒന്നിന് മീതം ഒന്നായി വെച്ചിട്ട് ഇതുപോലെ മടക്കി ഇതുപോലെ പീസ് വരും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ പീസിൻ്റെ 2 ഭാഗമല്ലേ, ഈ ഒരു ഭാഗം അറ്റത്തെ ഭാഗം ഒന്ന് മടക്കിയടിക്കണം. ഞാൻ പറഞ്ഞില്ലേ മടക്കിയടിക്കാൻ നമുക്ക് തുണി വേണ്ടി വരുന്നത്, അതിനാണല്ലോ നമ്മൾ 1.5-2 ഇഞ്ചും മാറ്റിയിട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഈ 2 ഭാഗം അതുപോലെ ആക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ പ്ലീറ്റ്സ് ഉള്ള നമ്മുടെ പാവാടയുടെ ഭാഗമില്ലേ, അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ മുകളിൽ ഇതുപോലെ മടക്കിയെടുക്കുക. അതൊരു 3.5 ഇഞ്ചിൽ ഞാൻ മടക്കിയെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് വേണ്ട. നമ്മുടെ പാവാടയ്ക്ക് എന്തായാലും ഒന്ന് കടത്താനായിട്ടൊരു ചെറിയൊരു ഇതുണ്ടാവില്ലേ, നമുക്കൊരു ഗ്യാപ്പ്. അതിലേക്ക് ഒരു 3.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ സൈഡിലും അതായത് ഇപ്പുറത്തെ സൈഡിലും ചില സമയത്ത് നമുക്ക് പ്ലീറ്റ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണു. നമുക്ക് അറിയാത്തവരൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ 2 ഭാഗം തയ്ച്ചു പോകുന്നുണ്ട്, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ തയ്ച്ചു പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ അതിൽ ചെയ്യേണ്ടത്, ഇനി നമ്മൾ അതെ ഇതുപോലെ അതിൻ്റെ ആ ഭാഗം തയ്ച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ ഭാഗവും ആ തുണിയുടെ ഇപ്പുറത്തെ ഭാഗവും ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി അതിൽ ആ പട്ടി പീസിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക. അതിൽ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇടുക. അത് പ്ലീറ്റ്സ് ഇടുന്നത് ഞാൻ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരുന്നുണ്ട്. ഈക്വലായിട്ടുള്ള പ്ലീറ്റ്സ് ഇടുക, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഓരോ പ്ലീറ്റ്സും നമുക്കറിയാമല്ലോ അളവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു 1 ഇഞ്ചിൽ അടയാളപ്പെടുത്താം കേട്ടോ. അത് നമ്മൾക്ക് മടക്കി തയ്ച്ചു പോകാനുള്ളതാണ്. പിന്നെ നമ്മൾ 2 വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1.5 വേണമെങ്കിൽ 1.5 എടുക്കുക, 2.5 വേണമെങ്കിൽ 2.5 എടുക്കാം. ഞാനിപ്പോൾ പ്ലീറ്റ്സിൻ്റെ എനിക്ക് വേണ്ട പ്ലീറ്റ്സ് 2 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ 2 ഇഞ്ചിൽ വേണ്ട. ആദ്യത്തെ വിട്ടു, നമ്മൾ രണ്ടാമത്തെ എടുത്തു, മൂന്നാമത്തെ എടുത്തില്ല, അതിൻ്റെ ഇപ്പുറത്തെയാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ നമുക്കവിടെ ഒരു പ്ലീറ്റ് കിട്ടിയില്ലേ. അപ്പോൾ അത് കണ്ടില്ലേ, നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ചിലവർക്ക് ഇപ്പോൾ അങ്ങനെ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് തെറ്റിന്ന് വരും. അപ്പോൾ നമ്മളിങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ചെയ്യുക. എക്സ്പെർട്ട് ആയവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ തുടക്കം ഒക്കെ നോക്കണവർക്ക് ഇങ്ങനെ ചെയ്യുക. നമ്മളത് പിൻ ചെയ്ത് വെച്ച് അവസാനം അത് തയ്ച്ചാൽ മതി. എനിക്കതിങ്ങനെ അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനതിങ്ങനെ ചെയ്യണം കേട്ടോ. എനിക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ ഞാനത് ഇതുപോലെ പ്ലീറ്റ് ഓരോന്നായിട്ട് നമ്മൾ കുത്തി വെച്ച് എന്നിട്ട് ഞാനൊന്ന് തേച്ച് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത്തിരി കൂടി തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ ഇതുപോലെ പ്ലീറ്റ്സൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. ഇതുപോലെ എന്നിട്ട് നമ്മുടെ ആ പട്ടി പീസ് വെച്ചില്ലേ, ഇനിയാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇപ്പോൾ പട്ടി പീസിൻ്റെ നമ്മൾ തയ്ച്ച പാവാടയുടെ നല്ല പുറത്ത് വെച്ചിട്ട് ചീത്ത പുറത്ത് വെച്ചിട്ട് നല്ല പുറത്തേക്കാണ് ഞാനിത് തയ്ക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പുറത്തുനിന്ന് നമ്മൾ ഈ പട്ടി പീസായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് ചീത്ത പുറമാണെങ്കിൽ അതിൻ്റെ ഇതുപോലെ ഇപ്പോൾ ഞാൻ ചീത്ത പുറത്ത് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല പുറത്തേക്ക് ഇത് മറച്ചിട്ടാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ 1/2 ഇഞ്ചിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 1/2 ഇഞ്ചിൽ നമ്മൾ മടക്കി തയ്ച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചീത്ത പുറത്താണ് വെച്ചിരുന്നത്, ഈ നല്ല പുറത്തേക്ക് തിരിച്ചു വയ്ക്കണം. അപ്പോഴാണ് ഞാൻ അങ്ങനെയാണ് തയ്ക്കുക. തിരിച്ചും തയ്ക്കാം, പക്ഷേ ഞാൻ ഇതുപോലെയാണ് തയ്ക്കുക. അപ്പോൾ ചീത്ത പുറത്ത് വെച്ച് നല്ല പുറത്തോടെയാണ് ഞാൻ തയ്ക്കാൻ പോകണം കേട്ടോ. നല്ല പുറത്തോടെ മടക്കി ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് തയ്ക്കില്ലേ, നമുക്കറിയാമല്ലോ പട്ടുപാവാട കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മടക്കി പിൻ ചെയ്ത് കൊടുക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ പിൻ ചെയ്തിട്ട് നമ്മൾ തയ്ച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ 3.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അത് വിട്ടിട്ട് നമ്മൾ അത് പാവാട ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തെടുത്ത് അതിൻ്റെ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇതുപോലെ ഇതിന് ഹുക്കാണ് വെച്ചാണ്, വള്ളിയല്ല. അപ്പോൾ ഹുക്ക ഈസി എന്ന് പറഞ്ഞാൽ മോൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അതിൻ്റെ പ്ലീറ്റ്സൊക്കെ കൃത്യമായിട്ട് ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ കണ്ട ആ ഭാഗമൊക്കെ ഞാൻ കണക്ട് ചെയ്ത് തയ്ച്ചു. അതിനുള്ളൊരു ബ്ലൗസാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് പറ്റിയൊരു വേറൊരു ബ്ലൗസ് ഞാൻ എന്തായാലും തയ്ക്കും കണ്ടോ. ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ തയ്ച്ചു വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ബ്ലൗസും കൂടി ചെയ്യും. ഇതാണ് അതിൻ്റെ ലാസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.